പേരുമാറ്റൽ തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി. നിയമവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്നതിനു വേണ്ടി ഈ വളഞ്ഞ വഴി സ്വീകരിക്കാൻ പാടുണ്ടോ? യഥാർത്ഥത്തിൽ കേരളീയ സമൂഹവും നിയമവ്യവസ്ഥയും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമായിട്ട് അത് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു നിയമവിരുദ്ധ തീരുമാനം എങ്ങനെ സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അത് ഗവൺമെന്റ് അന്വേഷിക്കും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പേരുമാറ്റ ശുപാർശ മുന്നോട്ട് വെച്ച രാഹുൽ ഈശ്വർ, അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് ശ്രീ മനോജ് മനയിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. രാഹുൽ ഈശ്വർ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ക്ഷേത്രത്തിന്റെ പേര് മാറ്റേണ്ട എന്ത് സാഹചര്യമാണ് ഇപ്പോഴുള്ളത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമല ക്ഷേത്രത്തിന് 5000-ലധികം വർഷം പഴക്കമുണ്ട്. സ്വാമി അയ്യപ്പൻ ജനിച്ചത് ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ്, AD 1100 അല്ലെങ്കിൽ കൊല്ലവർഷം 300 മണികണ്ഠൻ എന്ന് പറയുന്ന ജയന്തന്റെയും മായയുടെയും മകനായി പിറന്ന പാണ്ഡ്യകുല ജാതനായ അന്നത്തെ അയ്യന്മാരെയും അപ്പന്മാരെയും വൈഷ്ണവരെയും ശൈവരെയും ഒരുമിപ്പിച്ച വാവരും വെളുത്തയും സുഹൃത്തായിരുന്ന സ്വാമി അയ്യപ്പൻ വിലയം ചെയ്തത് ഏകദേശം 900-1000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇന്ന് ശബരിമല ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന താഴമൺ തന്ത്രിമാരാകട്ടെ ബാക്കിയുള്ളവരാകട്ടെ അയ്യപ്പ പ്രതിഷ്ഠയാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ. അതിന് തെളിവുകളായി നമുക്ക് കാണിക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരുടെ രേഖ. ഈ രേഖ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ 2 ദേവസ്വം ജഡ്ജിമാരായ ജസ്റ്റിസ് മാരാറും ജസ്റ്റിസ് പരിപൂർണനും എഴുതിയ 1991 വിധിന്യായമാണ്. ഇതിൽ എടുത്തു പറയുന്നുണ്ട് അയ്യപ്പ പ്രതിഷ്ഠയാണ്, നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവമാണ്. ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ എന്ന് വന്നത്. ഇത്തരം കാര്യങ്ങൾ നട്ടലോടുകൂടി ഉയർത്തെടുക്കാൻ എന്റെ വിശ്വാസം, കാവ്യാത്മകമായി പറഞ്ഞാൽ ഈ നമുക്ക് ദൈവമായിട്ട് അയച്ചു തന്നൊരു പോരാളിയാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ അല്ലെങ്കിൽ ശ്രീ അജയ് തറയിലിനെ പോലുള്ളവർ. ഇത്തരം കാര്യം ശക്തിയുക്തം ഉയർത്തിക്കൊണ്ട് സെക്യുലറായി നിന്നുകൊണ്ട് തന്നെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം, ഞങ്ങളുടെ ഈ പോരാട്ടം ശബരിമലയ്ക്ക് വേണ്ടി മാത്രമല്ല, ആർട്ടിക്കിൾ 25 വേണ്ടിയാണ്, ഹാജിയലിക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ ഈ പോരാട്ടത്തിൽ പലപ്പോഴും അധികം ആൾക്കാർ സഹായിക്കാനില്ല നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റ് കൂടെ നിലപാട് മാറ്റിയതുകൊണ്ട് അവർക്ക് അവരുടേതായ CPM നിലപാട് കാണും. ഞങ്ങൾ തമിഴ്നാട് ഗവൺമെന്റിനോടും ആന്ധ്ര, കർണാടക, തെലങ്കാന ഗവൺമെന്റുകളോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ദീപക് മിശ്ര അടങ്ങുന്ന ബെഞ്ചിനെ ബോധ്യപ്പെടുത്താനും ഈ ആർട്ടിക്കിൾ 25 ഇന്ത്യയിലെ അമ്പലങ്ങളുടെയും പള്ളികളുടെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിലെ ഒരു സ്റ്റെപ്പാണിത് എന്ന് കണ്ടാൽ. തെറ്റും ശരിയും എന്നുള്ളത് ശബരിമലയെ സംബന്ധിച്ചുള്ള ഒരു മഹാക്ഷേത്രത്തെ പ്രതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഒരു മെഗാഫോൺ എന്നുള്ള നിലയിൽ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഈ കാണുന്നത് ഇതിന്റെ ചരിത്രത്തെയോ നിയമപരമായ മറ്റ് വസ്തുതകളിലേക്കോ അല്ല. സാധാരണ ഒരു ഭക്തജനം എന്നുള്ള നിലയിൽ, ഒരു സാധാരണ ഭക്തൻ എന്നുള്ള നിലയിൽ യാതൊരുവിധ കാര്യങ്ങളും മുഖവിലക്കെടുക്കാതെയാണ് കേവലം 3 വർഷത്തെ അധികാര അവകാശമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കേവലമായ വ്യക്തിപരമായ തീരുമാനം കൊണ്ട് ഇത്തരം ഒരു തികച്ചും ജുഗുപ്സാവഹം, മലയാളത്തിൽ അതിനൊരു വാക്കുണ്ട് ഗർഹണീയം, തികച്ചും തെറ്റായ ഒരു നടപടിയിലേക്കാണ് സത്യത്തിൽ ശബരിമലയെ ഈ മണ്ഡല സമയത്ത് വലിച്ചിഴച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു വലിയ കള്ളത്തരം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. താഴമൺ കുടുംബത്തിന്റെ ഇളമുറക്കാരനായ ശ്രീ രാഹുൽ ഈശ്വർ നേരത്തെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. കുമ്മനത്തിനോട് സംസാരിച്ചു, PEB മേനോനോട് സംസാരിച്ചു, അയ്യപ്പ സേവാ സമാജക്കാരോട് സംസാരിച്ചു എന്നെല്ലാം. ഇതെല്ലാം രാഹുലിന്റെ കപോലകൽപിതമായ കേവലമായ വർത്തമാനം മാത്രമാണ്. ഹൈന്ദവ പ്രസ്ഥാനങ്ങളൊന്നും ഈ തീരുമാനത്തെ അനുകൂലിക്കുന്നുമില്ല. അവരാരും പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടുമില്ല. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെയുള്ള ചരിത്ര സംബന്ധമായിട്ടുള്ള രാഹുൽ ഈശ്വറിന് ചില അബദ്ധധാരണകളുണ്ട്. ഞാനത് തിരുത്താൻ മെനക്കെടുന്നില്ല. ഇതിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു സംശയമുണ്ട്. ഇത് താഴമൺ തന്ത്രി കുടുംബവും പ്രയാർ ഗോപാലകൃഷ്ണനും തമ്മിലുള്ള കൃത്യമായ ഒത്തുകളിയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായി രാഹുൽ ഈശ്വറിന്റെ സംസാരങ്ങൾ നിലയിലാണ് അത് സംസാരിക്കുന്നത്. എന്തിന് ഇത്തരത്തിലുള്ള സൂക്ഷിക്കേണ്ടി വന്നു? ഹിന്ദുക്കളുടെ പ്രധാന ശത്രു ബാക്കി സമുദായക്കാരോ ഒന്നുമല്ല, ഇതേപോലെ തെള്ളുന്ന ഉടായ്പകളാണ്. ശ്രീ മനോജ് മനയിലിന്റെ ഫേസ്ബുക്ക് ആണിത്, അങ്ങേക്ക് കണ്ടറിയാം. ശബരിമല അയ്യപ്പൻ സ്ത്രീയാണെന്നാണ് എഴുതിയിരിക്കുന്നത്.
പച്ച കള്ളങ്ങൾ ശബരിമലയെ കുറിച്ച് പറയാൻ മടിയില്ലാത്ത, ശബരിമലയിലെ താഴമൺ തന്ത്രിമാർ ലളിതാ സഹസ്രനാമമാണ് അവിടെ ജപിച്ചു എന്ന് പറയുന്ന പച്ച കള്ളങ്ങൾ പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിന്റെ ശാപം. ഇത്തരം ആംചെയർഡ് ഫിലോസഫറുകൾ അവർക്ക് തെള്ളാൻ വേണ്ടിയും കള്ളം പറയാൻ വേണ്ടിയും ബുദ്ധിജീവി ചമയാൻ വേണ്ടിയും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെയും അമ്പലങ്ങളെയും തട്ടിക്കളിക്കാൻ നോക്കിയാൽ ഇവിടത്തെ അയ്യപ്പ ഭക്തരോ ഹിന്ദുക്കളോ മിണ്ടാതിരിക്കുമോ നിങ്ങൾ കരുതണ്ട. അയ്യപ്പ ധർമ്മസേനയോട് ബാക്കി വിശ്വാസികളോട് സംസാരിക്കും, അവരോട് കാര്യങ്ങൾ പ്രയാസാർ ചെയ്തോളും. പന്തളം അടക്കമുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് മാധവ്ജി എന്ന് പറയുന്ന RSSന്റെ ഏറ്റവും ആരാധ്യനായ ആചാര്യൻ എഴുതിയ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന പുസ്തകമാണ്. ഇദ്ദേഹം ആദരിക്കുന്ന ആൾക്കാരാണ്. ഇതിലടക്കം പറയുന്നു, തന്ത്ര നിർദ്ദേശാനുസരണം ചിന്തിക്കുമ്പോൾ ഈ യുഗത്തിൽ താന്ത്രികമാണ് അടിസ്ഥാനപരമായ ഉപാസനാ മാർഗം. അതിലൊരു സാധകനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ചെയ്യുന്ന തന്ത്രിയാണ്. ശബരിമല തന്ത്രിമാർക്കില്ലാത്ത ദണ്ഡം താങ്കൾക്ക് എന്തിനാണ്? ഞാനൊന്ന് ഇടപെടുന്നത്, താങ്കൾ പറയുന്നു ഒരുപക്ഷെ മനോജ് മനയിൽ അദ്ദേഹം വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളാണ് എന്ന് താങ്കൾ പറയുന്ന ആക്ഷേപം അവിടെ നിലനിൽക്കട്ടെ. പക്ഷെ എന്തുകൊണ്ട് ഈ പന്തളം കൊട്ടാരവും തന്ത്രി കുടുംബവും ഒക്കെ ഇതിൽ വിയോജിപ്പറിയിച്ചു? ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല എന്ന തരത്തിൽ തന്നെ അവരെങ്കിലും അറിയിക്കുക എന്നതൊരു സാമാന്യ മര്യാദ. ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഞങ്ങളൊക്കെയാണ് സുപ്രീം കോടതിയിൽ ഇടപെടുന്നത്. അയ്യപ്പ ധർമ്മസേന അടക്കമുള്ള സംഘടനകളാണ് സുപ്രീം കോടതിയിൽ പോരാടുന്നത്. അങ്ങ് ഒരു കാര്യം പറഞ്ഞ സത്യമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പരിഹരിക്കാൻ ഇന്ന് പ്രധാനപ്പെട്ട ഹിന്ദു സംഘടന എല്ലാം വിളിച്ചു. അജയ് തറയിൽ സാർ പന്തളത്തിനെ വിളിച്ചു, തന്ത്രിമാരോട് ബന്ധപ്പെട്ടു, കുമ്മനഞ്ചേട്ടൻ അടക്കം എല്ലാ പ്രധാനപ്പെട്ട ഹൈന്ദവ സമൂഹത്തിന്റെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മുതിർന്ന തന്ത്രിയായ കണ്ടൂർ മഹേശ്വർ എന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ച മുമ്പ് ഉണ്ടായിട്ടുണ്ട് കേസിന്റെ പശ്ചാത്തലത്തിൽ. അപ്പോ ഈ സമഗ്രമായ കാര്യത്തിൽ കാണുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ല ഇവിടെ പ്രധാനം. ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നുള്ള അടിസ്ഥാന സങ്കല്പം കൂടുതൽ ഉച്ചത്തിലും ഉയരത്തിലും പറയാൻ വേണ്ടി പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ഹൈന്ദവ സമൂഹത്തെയും ശബരിമലയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എടുത്തൊരു നടപടിയായി ഇതിനെ കാണണമെന്നും